സാധാരണ ഗവൺമെന്റ് എന്തെങ്കിലും ടാക്സ് കുറച്ചാൽ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പ്രതികരിക്കാറുള്ളതല്ലേ. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വലിയൊരു വിവാദം കത്തി നിൽക്കുകയാണ്. കാരണം ഗവൺമെന്റ് മദ്യത്തിന്റെ ടാക്സ് കുറയ്ക്കാൻ പോകുന്നു. പണ്ടൊക്കെ മദ്യപാനം കുറയ്ക്കാൻ ടാക്സ് കൂട്ടുകയായിരുന്നു പതിവ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തിനാണ് ടാക്സ് കുറയ്ക്കുന്നത്? പ്രതിപക്ഷം പറയുന്നു ഇത് യുവാക്കളെ മദ്യത്തിന് അടിമകളാക്കാനുള്ള തന്ത്രമാണെന്ന്. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇതാണ് ശരിയായ തീരുമാനമെന്ന്. നമ്മുടെ മദ്യനികുതിയുടെ പിന്നിലെ ഫിനാൻസ് സയൻസ് എന്താണ്? എന്തുകൊണ്ടാണ് വില കുറഞ്ഞ മദ്യം ചിലപ്പോൾ ആരോഗ്യത്തിന് നല്ലതാകുന്നത്? ലെറ്റ് us decode this on Nidu on Stage. നമ്മുടെ നാട്ടിലെ മദ്യനികുതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതൊരു ഫ്ലാറ്റ് ടാക്സ് സിസ്റ്റമാണ്. ഇപ്പോൾ കേരളത്തിൽ വിൽക്കുന്ന മിക്ക മദ്യത്തിനും 251% നികുതി. ഇതിനർത്ഥം വെറും 5% മാത്രം ആൽക്കഹോൾ ഉള്ള 1 ലിറ്റർ ബിയറിനും 42% ആൽക്കഹോൾ ഉള്ള സ്ട്രോങ് വിസ്കിക്കും ഒരേ ശതമാനം ടാക്സ് ആണ് വരുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ചെറിയ ആൽക്കഹോൾ ഉള്ള ഡ്രിങ്കുകൾക്ക് അനാവശ്യമായി വില കൂടും. അപ്പോൾ മദ്യം വാങ്ങാൻ പോകുന്ന സാധാരണക്കാരൻ ചിന്തിക്കും, കുറഞ്ഞ കാശിന് ഏറ്റവും കൂടുതൽ കിക്ക് തരുന്ന ഡ്രിങ്ക് ഏതാണ്? എക്കണോമിക്സിൽ ഇതിനെ പറയുന്ന പേരാണ് ചേസിംഗ് ദ ചീപ്പസ്റ്റ് ഹൈ. ടാക്സ് ഒരേപോലെ വെക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും ഏറ്റവും സ്ട്രോങ് ആയ, ആരോഗ്യത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഹാർഡ് ലിക്വർ വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം പരാജയപ്പെടുന്നത്. ഇതൊഴിവാക്കാൻ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു സയന്റിഫിക് മോഡൽ ഉണ്ട്. അതാണ് AIB, ആൽക്കഹോൾ ഇൻ ബിവറേജ് ടാക്സേഷൻ. ഇതിന്റെ ആശയം വളരെ സിമ്പിൾ ആണ്. കുപ്പിക്കല്ല ടാക്സ് ചുമത്തേണ്ടത്, അതിനകത്തുള്ള ആൽക്കഹോളിനാണ്. അതായത് ഒരു ഡ്രിങ്കിൽ എത്ര ശതമാനം പ്യുവർ ആൽക്കഹോൾ ഉണ്ടോ അതിനനുസരിച്ച് മാത്രം ടാക്സ് ഈടാക്കുക. ആൽക്കഹോൾ കൂടിയ ഡ്രിങ്കുകൾക്ക് വലിയ ടാക്സ്, ആൽക്കഹോൾ കുറഞ്ഞവയ്ക്ക് ചെറിയ ടാക്സ്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക ഈ വർഷം 2026 ഇന്ത്യയിൽ ആദ്യമായി ഈ സിസ്റ്റം കൊണ്ടുവന്നു. അതോടെ അവിടെ എന്ത് സംഭവിച്ചു? 42% ആൽക്കഹോൾ ഉള്ള സ്ട്രോങ് വിസ്കിയുടെയും റമ്മിന്റെയും വില കുത്തനെ കൂടി. എന്നാൽ ലൈറ്റായ പ്രീമിയം ഡ്രിങ്കുകളുടെ വില കുറഞ്ഞു. ഇതൊരു നഡ്ജ് തിയറിയാണ്. ആളുകളെ ഒറ്റയടിക്ക് കുടി നിർത്താൻ നിർബന്ധിക്കുന്നതിന് പകരം കുറഞ്ഞ ആൽക്കഹോൾ ഉള്ള ഡ്രിങ്കുകളിലേക്ക് അവരെ വഴിതിരിച്ചു വിടുക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിവാദത്തിലേക്ക് വരാം. കേരള ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിന് സമാനമായ ഒരു കാര്യമാണ്. 20% താഴെ ആൽക്കഹോൾ ഉള്ള ഡ്രിങ്കുകളുടെ ടാക്സ് 251% നിന്നും 175%വും 120%വും ഒക്കെയായി കുറയ്ക്കാനാണ് ബഡ്ജറ്റിലെ പ്രൊപ്പോസൽ. ഗവൺമെന്റ് പറയുന്നത് ആളുകൾ ഹാർഡ് ലിക്കർ കുടിക്കുന്നത് കുറച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് മാറട്ടെ, അത് ആരോഗ്യത്തിന് അല്പം കൂടെ നല്ലതാണ്. പക്ഷേ എതിർക്കുന്നവർ പറയുന്നത് ലോ ആൽക്കഹോൾ എന്ന പേരിൽ വില കുറിച്ച് മദ്യം കൊടുക്കുന്നത് യുവാക്കളെയും കുട്ടികളെയും മദ്യപാനത്തിലേക്ക് ആകർഷിക്കാനുള്ള കെണിയാണ്. സത്യത്തിൽ ഈ തർക്കം മദ്യത്തെ വിലയെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ പോളിസികളെ കുറിച്ചാണ്. ഭയപ്പെടുത്തിയും വലിയ ടാക്സ് അടിച്ചേൽപ്പിച്ചും മദ്യപാനം കുറയ്ക്കാൻ ശ്രമിക്കുന്ന പഴയ രീതിയാണോ ശരി, അതോ സാമ്പത്തിക ശാസ്ത്രം ഉപയോഗിച്ച് ആളുകളെ ലൈറ്റ് ഡ്രിങ്കുകളിലേക്ക് മാറ്റുന്നതാണോ ശരി? കേരളത്തിന്റെ ഈ നീക്കം ഒരു സയന്റിഫിക് മാറ്റമാണോ അതോ വെറും ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണോ എന്ന് കാലം തെളിയിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൈറ്റ് ബിയറിനും വൈനിനും വില കുറയ്ക്കുന്നത് മദ്യപാനശീലം കുറയ്ക്കാൻ സഹായിക്കുമോ അതോ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുമോ? താഴെ കമന്റ് ചെയ്യുക. ദിസ് ഇസ് നീതു വിജയകുമാർ signing off.